ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആബാ പിതാവേ നന്ദി, ആബാ പിതാവേ നന്ദി. ആബാ പിതാവേ സ്തുതി, ആബാ പിതാവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ത്രിയേക ദൈവമേ, ത്രിയേക ദൈവമേ, അങ്ങേക്ക് സ്തുതിയും അങ്ങേക്ക് സ്തുതി, ആരാധനയും ആരാധനയും മഹത്വവും. മഹത്വവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, സ്വർഗവാസികളേവരുമേ, സ്വർഗ്ഗവാസികളേവരുമേ, ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ശുശ്രൂഷയിൽ ശക്തി പകർന്നു തരണമേ. ശക്തി പകർന്നു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാ ഈ ദാസരിന്മേൽ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാ ഈ ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ പരിശുദ്ധാത്മാവിന്റെ വൻകൃപകൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. രാജ്യത്തിന്റെ മേൽ, സഭയുടെ മേൽ, ലോകത്തിന്റെ മേൽ വർഷിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. മലയാളികളുടെ ലോകത്തെ മാത്രമല്ല, ഭാരതീയ ലോകത്തെ മാത്രമല്ല, ഏഷ്യൻ വൻകരയെ മാത്രമല്ല, 789 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക മഹാകുടുംബത്തെ, ഓരോ വ്യക്തിയെയും, ലോക മാനവരാശിയിലെ ഓരോ അംഗത്തെയും സ്പർശിക്കുക, പാപത്തിൽ നിന്ന് വിടുതൽ നേടിക്കൊടുക്കുക. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ സകല ജനപദങ്ങളെയും ഓരോ വ്യക്തികളെയും കഴുകപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കുക ആയതിനായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകായിരം വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശുദ്ധീകരണം അത്യന്താപേക്ഷിതമാണ്. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ, പ്രകാശം എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയില്ലാത്ത പരമപരിശുദ്ധമായ ദൈവത്തിൽ നിന്നൊഴുകുന്ന ആ സ്നേഹമുണ്ടല്ലോ, എല്ലാ പാപികളെയും മാടി വിളിക്കുന്ന, പശ്ചാത്താപത്തിലേക്ക് വിളിക്കുന്ന ആ സ്നേഹം, എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി ദൈവപുത്രൻ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ കുരിശിൽ രക്തം ചിന്തി മരിച്ച ആ സ്നേഹം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ സ്നേഹത്തിലാണെങ്കിൽ, ദൈവസ്നേഹത്തിലാണെങ്കിൽ, ദൈവത്തോടുള്ള വിശ്വസ്തതയിലാണെങ്കിൽ, പരസ്പര സ്നേഹത്തിലാണെങ്കിൽ, ആരെയും കുറ്റം വിധിക്കാതെ എല്ലാവരിലും നന്മ കാണാൻ പരിശ്രമിച്ച്, എല്ലാവരെയും നന്മയിൽ പ്രോത്സാഹിപ്പിക്കാൻ പരിശ്രമിച്ച്, സ്നേഹത്തിൽ പ്രകാശത്തിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആയിരങ്ങളുടെയും
പതിനായിരങ്ങളുടെയും ജനലക്ഷങ്ങളുടെയും ജനകോടികളുടെയും പാപം കഴുകിക്കളയുവാൻ ദൈവം സർവശക്തമായ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാത്രമല്ല, ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ പശ്ചാത്തപിക്കാതെ ആ പാപത്തിൽ വസിക്കുമ്പോൾ ഇതാ പാപത്തിന് പ്രേരണ നൽകുന്ന സാത്താനും അതോടൊപ്പം നമ്മിൽ വന്ന് വസിക്കും. നമ്മുടെ തല സാത്താന്റെ പണിപ്പുരയായി മാറും. ഹല്ലേലൂയ. ഒരിക്കൽ ഒരമ്മ മകളെയും കൊണ്ട് വന്നു. അവൾ പഠിക്കാൻ ബഹുമിടുക്കത്തിയായിരുന്നു, പ്രാർത്ഥനയിൽ ഉത്സാഹമുണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരു ശ്രദ്ധയുമില്ല. അവളുടെ കയ്യിൽ എപ്പോഴും ഒരു മൊബൈൽ ഫോണുണ്ട്. അമ്മയെ മാറ്റി നിർത്തി മകളോട് ചോദിച്ചു, മകളെ, നീ ബ്ലൂ ഫിലിം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിനുശേഷം എന്തുണ്ടായി? പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബ്ലൂ ഫിലിം കണ്ടപ്പോൾ, തിന്മയായത് കണ്ടപ്പോൾ, അത് കണ്ട് ആസ്വദിച്ചപ്പോൾ അതോടൊപ്പം ആ പാപത്തിന് പ്രേരിപ്പിക്കുന്ന സാത്താനും അവളുടെ അന്തരംഗത്തിലേക്ക് വന്നു. എപ്പോഴും ദുശ്ചിന്തകൾ കൊണ്ട് അവരുടെ മനസ്സിനെ മലീമസമാക്കുന്നു. ആയതിനാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഏകാഗ്രതയില്ല, ജീവിതം തിന്മയ്ക്ക് അടിമപ്പെട്ട് നശിച്ചു പോവുകയാണ്. ഒറ്റ പോംവഴിയേ ഉള്ളൂ. കർത്താവായ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച ആദ്യ സമയത്ത് തന്നെ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 1:15, ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, പാപത്തിൽ നിന്ന് ഓടി അകലുക, പാപ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഓടി അകലുക, പാപ ദുശീലങ്ങൾ വിട്ടുപേക്ഷിക്കുക, പാപത്തെ വെറുത്തുപേക്ഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ കനിയണമേ, ലോക ജനകോടികളുടെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും മ്ലേച്ഛപാപത്തിനും അശുദ്ധിക്കും വിദ്വേഷത്തിനും വെറുപ്പിനും അടിമപ്പെട്ട ആയിരങ്ങളുടെ മേൽ, പതിനായിരങ്ങളുടെ മേൽ, ജനലക്ഷങ്ങളുടെ മേൽ, ജനകോടികളുടെ മേൽ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ രക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ദേശത്തെയും രാജ്യത്തെയും നേതാക്കളെയും അണികളെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ. ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന 15,000 പേജുള്ള ദർശന പുസ്തകത്തിൽ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അവരെ എൻ്റെ തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു രാജ്യം മുഴുവനെയും തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിലെ ഒരു പ്രവചന പുസ്തകം വായിച്ചപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തൊരു പ്രവചനം എഴുതിയിരിക്കുന്നത് ഞാൻ ഇപ്രകാരം വായിച്ചു: രക്ഷിക്കാനുള്ള എൻ്റെ രക്തത്തിൻ്റെ ശക്തി അനന്തമാണ്. The saving power of my blood is infinite. Hallelujah. യേശുവിൻ്റെ തിരുരക്തം പാപം കഴുകി കളയുക മാത്രമല്ല, പിന്നെയോ പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ നൽകുന്നു. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 12:11, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ചിലപ്പോൾ ധ്യാനമൊക്കെ കൂടിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടാവും: വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ജയം. വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്തിൽ ജയം. എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? ഇങ്ങനെ പറയുമ്പോൾ വാ കൊണ്ട് പറയുന്നത് ശത്രുവായ പിശാചിന് കേൾക്കാം. അവന് മനസ്സിലാകും നമുക്ക് ക്രിസ്തീയ വിശ്വാസ ശക്തി അഭിഷേകമുണ്ടെന്നും വചനത്തിലും ദൈവവാഗ്ദാനങ്ങളിലും വിശ്വാസമുണ്ടെന്നും അറിയുമ്പോൾ സാത്താന്റെ ശക്തി ദുർബലമാകും, അപ്രത്യക്ഷമാകും. വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്.
വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്തിൽ ജയം എന്ന് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലോ സമൂഹ ജീവിത പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ മുഴങ്ങുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ദുഷ്പ്രേരണ നൽകുന്ന അന്ധകാര ശക്തികൾ നിർവീര്യമാക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെനിയ ആഫ്രിക്കയിലെ ഒരു രാജ്യം, വിൻസെൻഷൻ മിഷണറിമാരും മറ്റനേക സന്യാസ സഭകളും ജോലി ചെയ്യുന്നൊരു രാജ്യം. ഒരു വൈദികൻ, മലയാളി വൈദികനും ആഫ്രിക്കക്കാർ സെമിനാരിക്കാർ 10-20 പേരുണ്ട്. അവരൊന്നിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊള്ള സംഘം അവരെ അറ്റാക്ക് ചെയ്യാൻ ചെന്നു, ആക്രമിക്കാനായിട്ട്. എന്താ അവർക്ക് വേണ്ടത് പണമാണ്. അപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞു, ഞാൻ ഒരു വൈദികനാണ്, ഇവർ സെമിനാരിക്കാരാണ്, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ യാതൊരു അനക്കവുമില്ല, അവർ മാറ്റവുമില്ല. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്. അവർ റൈറ്റ് അബൌട്ട് ടേൺ വെച്ച് തിരിച്ചുപോയി. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ അന്ധകാര ശക്തികൾ നിർവീര്യമാക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറെ കാലമായിട്ട് പരിചയിച്ചിട്ടുള്ള യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കുടുംബ പ്രാർത്ഥനാ സമയത്തും സമൂഹ പ്രാർത്ഥനാ സമയത്തും വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ അവസരോചിതമായി ആ സ്തുതിപ്പ് ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുക? യേശു എന്നുള്ള നാമത്തിൻ്റെ അനന്ത യോഗ്യത. മത്തായിയുടെ സുവിശേഷം 1:21 അവൻ്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ. അവരുടെ പാപ ദുശ്ശീലങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു കരമുയർത്തി ആ 1000 പേരെ, 10,000 പേരെ ദുശീലങ്ങൾക്ക്, ദുഃഖത്തിന്, നിരാശയ്ക്ക്, ആകുലതയ്ക്ക്, ആത്മഹത്യാ ചിന്തയ്ക്ക് അടിമപ്പെട്ട 1000, 10,000 പേരെ, 50,000 പേരെ, 5 ലക്ഷം പേരെ ആ തിരുരക്തത്തിന്റെ അനന്ത യോഗ്യതയിലേക്ക് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലെ തിരുശരീര രക്തങ്ങളുടെ അനന്ത യോഗ്യതയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ എല്ലാം ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കും തിരുരക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയാല്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മളെയൊക്കെ കേട്ടാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വചനം ഞാൻ നിങ്ങളോട് പറയുകയാണ്. കേട്ടാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വചനം. ഈശോയ്ക്ക് പ്രലോഭനം കൊടുത്ത സാത്താൻ ഈശോയുടെ ഇപ്രകാരം പറഞ്ഞത് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. നീ എന്നെ താണു വീണ് ആരാധിക്കാമെങ്കിൽ ഇതെല്ലാം, ഈ ലോകത്തിലെ സമ്പത്തെല്ലാം നിനക്ക് തരാമെന്നും. കാരണം അതെൻ്റേതാണ്. മനുഷ്യർ പാപത്തിനടിമയാവുമ്പോൾ അവരുടെ സ്വത്തും അവരുടെ സമ്പത്തും എല്ലാം എൻ്റെ അധികാരസീമയിലേക്ക് വരികയാണ്. 1 യോഹന്നാൻ 5:19 നാം ഇപ്രകാരം വായിക്കുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വചനമാണ്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തിൻ്റെ അനന്ത കരുണയില് വചനം കേൾക്കാൻ, മാനസാന്തരപ്പെടാൻ, യേശുവെ വിളിക്കാൻ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, പ്രാർത്ഥിക്കാൻ, അതും ആവർത്തിച്ചും ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ, ഒറ്റയ്ക്കും കുടുംബമായിട്ടും കൂട്ടമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു മഹാവലിയ ഭാഗ്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമുക്കൊക്കെ മലയാള നാട്ടിൽ, കേരള നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എന്നാൽ ഒരു സത്യം നമ്മുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് വെളിച്ചം വീശി വെളിപ്പെടുത്തി തരികയാണ്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, അതിഭീകരമായ, അത്യന്തം വേദനിപ്പിക്കുന്ന, അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ പത്രങ്ങൾ വായിച്ചാൽ മതി, ടെലിവിഷൻ പ്രോഗ്രാമുകൾ നോക്കിയാൽ മതി. എല്ലാം അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും ആത്മഹത്യയുടെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും വാർത്തകളാണ് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ TV പ്രോഗ്രാമുകളിൽ കാണുന്നത്. അതെത്രയോ വേദനാകരമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല്ലുന്നു,
കുടുംബം അന്തഛിദ്രത്തിന് വിധേയമാവുന്നു. മദ്യപാനം വഴി കൊലപാതകം അരങ്ങേറുന്നു. പ്രിയപ്പെട്ടവരെ, അതിഭീകരമായ ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ പ്രത്യാശ നൽകുന്ന മറ്റൊന്നുണ്ട്. 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മള് ഇപ്പോൾ വചനം കേൾക്കുന്ന ഒരു 5000 പേര്, ഒരു 50,000 പേര്, ഒരു 5 ലക്ഷം പേര്, ഒരു 10 ലക്ഷം പേര് വചനം തുടർച്ചയായിട്ട് യൂട്യൂബിലൂടെ കേൾക്കുന്നവര്, വിവിധ ചാനലിലൂടെ കേൾക്കുന്നവര്, ഇത്രയും പേരിലേക്ക് ദൈവം വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ അഭിഷേകം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം എന്താണ്? 1 യോഹന്നാൻ 2:2 യോഹന്നാൻ ശ്ലീഹ എഴുതുകയാണ്, കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. പ്രൈസ് ദി ലോർഡ്. അതിനാൽ ഇന്ന് ജീവിക്കുന്ന 789 കോടി ജനം അവരുടെ എല്ലാം പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ഏകപുത്രനായ യേശു കുരിശിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി മരിച്ചു. ഹല്ലേലൂയ. 13-ാം ലിയോ മാർപ്പാപ്പ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒപ്പുവെച്ച ഒരു പ്രാർത്ഥനാ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിലിങ്ങനെ കൊടുത്തിരുന്നു, 28,000 തുള്ളി രക്തം യേശുവിൻ്റെ ചിന്തി, അതുപോലെ തന്നെ 6,000 ചമ്മട്ടി അടികൾ അവിടെ നേറ്റു, 1000 മുറിവുകൾ അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്നു. ഇനിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനവധി മുറിവുകളും വേദനകളും. ജനനം മുതൽ 33 വയസ്സ് വരെ സഹനത്തിന്റെ ജീവിതം. എന്തിനു വേണ്ടി? ലോകം മുഴുവന്റെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അതിനാൽ യേശുവേ എന്ന് വിളിക്കുന്നവന് മോചനം ഉറപ്പാണ്. ഈ അടുത്ത കാലത്ത് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമാണിത്. ഒരു പുസ്തകം വായിക്കാനായിട്ട്, ജീവചരിത്ര പുസ്തകം വായിക്കാനായിട്ട് ഞാൻ ഇടയായി. ഈശോയും മാതാവും യൗസേപ്പ് പിതാവും ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടത്തിൽ ഒരു കാട്ടുകള്ളന്മാരുടെ മുമ്പിൽ ചെന്നുപെട്ടു. കൊള്ളക്കാരുടെ ഒരു ഗ്രൂപ്പിൽ. അവർ 400 മൈൽ അകലെ ാണ് അവർക്ക് പോകേണ്ടത്. അത് പകല് കൊടും ചൂട്, രാത്രി കൊടും തണുപ്പ്, അപ്പോൾ കിടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യം, ഇതെല്ലാം കൊണ്ടാണ് പോകുന്നത്. അങ്ങനെയാണ് പിതാവ് അവരെ നയിച്ചതും. അങ്ങനെ ഈശോയും മാതാവും ഉണ്ണീശോയും കൊള്ളക്കാരുടെ മുമ്പിൽ പെട്ടു. പെട്ടെന്ന് കൊള്ളക്കാരൻ്റെ കണ്ണ് ഉണ്ണീശോയുടെ മേൽ പതിഞ്ഞു. കൊള്ളക്കാരൻ അനുയായിരോട് പറഞ്ഞു, ഇവരെ ഉപദ്രവിക്കണ്ട. അവർക്ക് മനസ്സലിവ് തോന്നി അദ്ദേഹത്തിന്. മാതാവ് ആ കൊള്ളക്കാരൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഉണ്ണീശോയെ കുളിപ്പിക്കാൻ അല്പം വെള്ളം തരാമോ? അവർ വെള്ളം കൊടുത്തു. ഉണ്ണീശോയെ കുളിപ്പിക്കുന്ന അവസരത്തിൽ കൊള്ളക്കാരൻ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ കൊച്ചിനെ ആ വെള്ളത്തിലൊന്ന് കുളിപ്പിക്കാൻ അനുവദിക്കാമോ എന്ന് ചോദിക്കുക. അവരുടെ കൊച്ച്, കുഷ്ഠരോഗം ഉണ്ടായിരുന്ന കൊച്ച്, ആ വെള്ളത്തിൽ കുളിപ്പിച്ചപ്പോൾ തൽക്ഷണം സുഖം പ്രാപിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടത്ര ഉപദേശങ്ങളൊക്കെ നൽകി. അവിടുന്ന് പിന്നീട് പോയി ഒരു നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. ഒരു അത്ഭുതകരമായ സംഭവം പിന്നീട് വായിക്കാനിടയായതാണ്. ഈ പുസ്തകത്തിൽ വായിച്ചതാണ് ഞാൻ. കുരിശിൽ വലതുവശത്ത് കിടന്ന കള്ളൻ ഈ കുടുംബത്തിലെ മകനായിരുന്നു അത്രേ. സ്വർഗം മോഷ്ടിച്ചവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് പർദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന ഒറ്റ വചനത്താൽ ജീവിതത്തിലെ സകല പാപങ്ങൾക്കും മോചനം കിട്ടി സ്വർഗരാജ്യം അവകാശമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് 5 വൻകരകൾ അല്ലെങ്കിൽ 6 വൻകരകൾ, 215ഓളം രാജ്യങ്ങൾ, 789 കോടി ജനങ്ങൾ. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നമ്മൾ നോക്കിയാലും ഈശോ പറയാണ്, ഓരോ മനുഷ്യ വ്യക്തിയുടെ ആത്മാവിൻ്റെ വില ഒരു മുഴുവൻ ലോകത്തേക്കാൾ വലുതാണ്. മത്തായിയുടെ സുവിശേഷം 16:26, മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? അല്ലയോ മനുഷ്യ,
നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? മത്തായി 16:26. ഹല്ലേലൂയ. മരിയ ഗൊരേത്തി, 11 വയസ്സുള്ള പെൺകുട്ടി, അവളുടെ നേരെ കത്തിയോങ്ങി അലക്സാണ്ടർ എന്ന 16 വയസ്സുകാരൻ നിൽക്കുകയാണ്. അവളെ ബലാത്സംഗം ചെയ്യാൻ, വ്യഭിചരിക്കാൻ വന്നിരിക്കുകയാണ് അവൻ. എന്നെ കൊല്ലലേ എന്ന് മരിയ ഗൊരേത്തി പറഞ്ഞില്ല. അലക്സാണ്ടറെ, നീ ഈ പ്രവൃത്തി ചെയ്താൽ നിന്റെ ആത്മാവ് നശിച്ച് നരകത്തിൽ പോകും. ഇതാണ് 11 വയസ്സുകാരിക്ക് പറയാനുള്ളത്. എന്തുമാത്രം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ കുടുംബത്തിലുണ്ടായിരുന്നു, ആ മകൾക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ആ മകൾ അനേകം കുത്തേറ്റ് മരണപ്രായയായി പിന്നീട് ആശുപത്രിയിലേക്ക് എടുക്കപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് വികാരി അച്ഛൻ അവളെ കണ്ട് സംസാരിച്ചു. അവളോട് ചോദിച്ചു, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അലക്സാണ്ടറിന്റെ മാനസാന്തരം. നോക്കുക, ഒരാത്മാവിൻ്റെ രക്ഷ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അഭിനിവേശം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഈ നാളുകളിൽ നമുക്ക് കേരളക്കരയിലും ആഗോളതലത്തിലും വചനം കേൾക്കുന്ന നമുക്ക് ഇതേ അഭിഷേകം ഇതിനേക്കാൾ മെച്ചമായി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായവരെ, ഇപ്രകാരം ഒരു വചന ശുശ്രൂഷയിൽ, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ, ഒരു എവാഞ്ചലൈസേഷൻ ശുശ്രൂഷയിൽ, ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെങ്കിൽ ഒരു ദൈവിക തിരഞ്ഞെടുപ്പുണ്ട്. അത് വെറുതെ ചുമ്മാ കിട്ടിയതല്ല. എഫേസസ് 1:4 പറയുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ അനന്ത യോഗ്യതയെ മുൻനിർത്തി നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ച് നമ്മളെ തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. അത് നമ്മൾ ഒന്നാമത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ അനന്ത യോഗ്യതയാൽ നമ്മുടെ പാപകടങ്ങൾ അവിടുന്ന് കഴുകി മാറ്റുന്നു. അവിടുത്തെ തിരുരക്തത്താൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അഭിഷേകവും ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നൽകി നമ്മളെ ഉത്തമരായ, ആത്മീയ തീഷ്ണതയുള്ള, ആത്മീയ ജ്ഞാനമുള്ള ശുശ്രൂഷകരാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാൽ ഇന്ത്യയുടെ 2ാമത്തെ അപ്പസ്തോലനായ ഫ്രാൻസിസ് സേവിയർ ഇപ്രകാരം പറഞ്ഞു അത്രേ, എൻ്റെ കയ്യിലുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം നിങ്ങൾ എടുത്തു മാറ്റിക്കൊള്ളുക, കൊണ്ടുപോയിക്കൊള്ളുക. എനിക്ക് ആത്മാക്കളെ തരിക, എനിക്ക് ആത്മാക്കളെ തരിക. ഈ ലോകം മുഴുവൻ ഒരു കുപ്പ പോലെ കണക്കാക്കാൻ വിശുദ്ധന്മാർക്ക് സാധിച്ചു. കാരണം ആത്മരക്ഷയുടെ വില. ഒരു മദ്യവെച്ച് കുടിച്ച് നശിച്ച് ആത്മഹത്യയോ അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം അതിൻ്റെ വക്കിലൂടെ പോകുന്നവരെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയണം? നമ്മൾ ആ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ പറയും, ആ വ്യക്തിയെയും അതുപോലെയുള്ള 1000 പേരെ, അതുപോലെയുള്ള 10,000 പേരെ, അതുപോലെയുള്ള 50,000 പേരെ, അതുപോലെയുള്ള 5 ലക്ഷം പേരെ, ഓ പിതാവേ, യേശുവിന്റെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വാരിക്കോരി വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഇപ്രകാരം ഓർക്കുകയാണ്. എനിക്ക് ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ധ്യാനമന്ദിരത്തിൽ, മലയാളം ധ്യാനമന്ദിരത്തിൽ, ഇംഗ്ലീഷ് ധ്യാനമന്ദിരത്തിൽ ഒരു മുറിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആരോടും ഇങ്ങോട്ട് കയറി വരണ്ട, വിടണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അധികാലത്ത്
ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് യാതൊരു ഉപക്രമവും കൂടാതെ പറഞ്ഞു, ഞാൻ ടാൻസാനിയയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഡ്രൈവറാണ്. നല്ല കാര്യം. പക്ഷെ അദ്ദേഹം വലിയൊരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഡ്രൈവറാണ്, ഞങ്ങൾ എന്ന് ഡ്രൈവ് ചെയ്താലും മുക്കിന് പോലീസുകാർ നിൽക്കും, ചെക്ക് ചെയ്യാനെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ കൈക്കൂലിക്ക് വേണ്ടിയാണ്. ഒരു പോക്കിന് അനേകം പേർക്ക് കൈക്കൂലി കൊടുക്കണം. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന കിട്ടി. ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന 5 ലക്ഷം പേരെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ. ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയ ശേഷം പിന്നെ ഒറ്റ പോലീസുകാർ എന്നെ തടഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പരിശുദ്ധാത്മാവും ഇത് തന്നെ പറയുകയാണ്. നമ്മൾ 1-2 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു 50,000, 5 ലക്ഷം പേർക്ക് വേണ്ടി ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ അത് 10 ലക്ഷം വരെ ആക്കിക്കോളാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെല്ലാവരും രക്ഷിക്കപ്പെടേണ്ടവരാണ്, നശിച്ച നിത്യനരകാഗ്നിയിൽ അടക്കപ്പെടേണ്ടവരല്ല. അതുതന്നെയാണ് ഇത്ര ഔദാര്യപൂർവ്വം ആയിരങ്ങൾക്കും 10,000-ങ്ങൾക്കും ലക്ഷങ്ങൾക്കും വേണ്ടി നിങ്ങൾ കരഞ്ഞപേക്ഷിക്കുക എന്ന് നമ്മുടെ സൃഷ്ടാവും പരിപാലകനും കാൽവരി കുരിശിൽ നമുക്കും ലോകം മുഴുവനും വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തി മരിച്ചവനുമായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഭൗതികമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ അത്യാവശ്യമായ പല അപേക്ഷകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. തീർച്ചയായും നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. എങ്ങനെയാണെന്ന് ഒരാശയം ഞാൻ പങ്കുവെക്കാം. ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ആവശ്യങ്ങൾ 1, 2, 3, 10, 20 ആയിക്കോട്ടെ, ഞങ്ങൾ ആലോചിച്ച് പ്രാർത്ഥിച്ച് എഴുതി വെക്കുക. എഴുതി വെച്ചാൽ പിന്നെ അടുത്തത് 1 യോഹന്നാൻ 5, 14, 15 കൂടി എഴുതി വെക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തു പ്രാർത്ഥിച്ചാലും കിട്ടിയെന്ന് വിശ്വസിച്ചോണം. കിട്ടിയെന്ന് വിശ്വസിച്ച് നന്ദി പറയണമെന്നോട് നമ്മൾ കൂട്ടിച്ചേർക്കാം. കാരണം മുൻകൂട്ടി നന്ദി പറയുക. അല്ലെങ്കിലോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജോലി തിരക്കായിട്ട് നമ്മൾ ഓടിക്കളയും, നന്ദിയുടെ കാര്യം മാത്രം മറന്നുപോകും. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തിയതിൽ ഒരു സമറായൻ മാത്രം, വിജാതിയൻ മാത്രമേ നന്ദി പറയാൻ വന്നുള്ളൂ എന്ന് യേശു കുറ്റപ്പെടുത്തിയത് നമ്മൾ ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. അത് കാണുമ്പോൾ അവിടെ കൈവച്ച് ഒന്ന് നന്ദി പറഞ്ഞേക്കുക. കുറച്ചു നേരം ഇതെല്ലാം ദൈവം സാധിച്ചു തന്നു, ഇന്നല്ലെങ്കിൽ നാളെ തരും, ഇതിനേക്കാൾ കൂടുതലും തരും. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 3:20 പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിലും ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ യേശു ക്രിസ്തുവിലും സഭയിലും അവിടുന്ന് തരും. അതിനാൽ നമുക്ക് ഭൗതിക ആവശ്യങ്ങൾ തക്ക സമയത്ത് അവിടെ നിറവേറ്റി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും, എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ, ദൈവിക ജ്ഞാനം നമ്മൾ ചോദിച്ചു വാങ്ങണം. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനം. ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഞാൻ എന്ത് അനുഗ്രഹമാണ് നിനക്ക് തരേണ്ടത്? ഇത്രയും വലിയ ജനത്തെ നയിക്കുവാൻ എനിക്ക് ജ്ഞാനം വേണം, ജ്ഞാനവും വിവേകവും വേണം. ദൈവം പ്രസാദിച്ചു. പ്രിയപ്പെട്ടവരെ, അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത ദാനങ്ങൾക്കും വരങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന് പ്രീതികരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യേശു പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. നമ്മളും ജ്ഞാനത്തിൽ വളരണം. പ്രായത്തിൽ നമ്മൾ വളരുന്നുണ്ട്. ആ ദൈവിക ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഒന്ന്, വചനം ദിവസേന വായിക്കാൻ, താല്പര്യപൂർവ്വം ശ്രദ്ധിക്കാൻ, പഠിക്കാൻ സമയം മാറ്റി വെക്കണം. 24 മണിക്കൂറിൽ 10 കൊടുക്കുക എന്നുള്ളത് ന്യായവും യുക്തവുമാണ്. ദശാംശം നമ്മുടെ ഒന്നാമത്തെ ഇൻകം, വരുമാനം, പണമല്ല, പിന്നെയോ ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നു എന്നുള്ളതാണ്. അതിൽ 10 കൊടുത്താൽ 2.25 മണിക്കൂർ വരും. കുടുംബ പ്രാർത്ഥനയ്ക്ക് 1.25 മണിക്കൂർ കൊടുത്താൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, ബൈബിൾ വായിക്കാൻ, പ്രധാനപ്പെട്ട വചനങ്ങൾ അടയാളപ്പെടുത്താൻ, കുറിച്ചെടുക്കാൻ നമുക്ക് സമയം വേണം. പ്രധാനപ്പെട്ട വചനങ്ങൾ കുറിച്ചെടുത്ത് ആവർത്തിച്ച് ഏറ്റുപറഞ്ഞ് നമ്മുടെ മനസ്സ്
ദൈവവചനത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടും. ദൈവവചനം നമ്മൾ ഓർമ്മിക്കാനിടയാകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:2, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടും, നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറും. മനസ്സിൽ ദൈവവചനം നിറയണം. എല്ലാം കാണാതെ പഠിക്കുന്ന നമ്മളെ സ്പർശിക്കുന്ന വചനം, അതാണ് നമുക്കുള്ള സുവിശേഷം. അത് അടയാളപ്പെടുത്തുക, സൗകര്യം പോലെ കുറിച്ചെടുക്കുക, വീണ്ടും ആവർത്തിച്ച് ഏറ്റു പറയുക. വചനം മനസ്സിൽ നിറയണം, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം. യേശുവിനെ നമ്മുടെ ജീവിത ലക്ഷ്യമായി, ജീവിതനാഥനായി, രക്ഷകനായി നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:11, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവ് കൊണ്ട് ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3:10 നാം ഇപ്രകാരം വായിക്കുന്നു: സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ദൈവവചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം, രക്ഷയെക്കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനം നമ്മിൽ നിറയുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാകുന്ന വൻകൃപ അഭിഷേകത്തിലേക്ക്, സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിലേക്ക്, നവീകരിക്കപ്പെടുന്ന അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിക്കുന്നതോടൊപ്പം നമ്മെ സ്പർശിക്കുന്ന ദൈവവചനം ആവർത്തിച്ച് ഏറ്റു പറയുകയും കുറിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് വചനം പാലിക്കാൻ വേണ്ടി സകല ദുർമാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങൾ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തനോടൊപ്പം, സങ്കീർത്തനം 119, 101, അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. ഇതൊരു ധീരമായ തീരുമാനമാണ്. ചീത്ത കൂട്ടുകെട്ട്, ചീത്ത സംസാരം, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന, ലക്ഷ്യബോധമില്ലാത്ത, വില കുറഞ്ഞ സംസാരം കേട്ട് അതിൽ ലയിക്കുന്ന ജീവിതചര്യ, ഇതിലെല്ലാം മാറ്റം വരണം. അതിനാൽ കർത്താവായ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു ശിശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവരാജ്യം നമ്മിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം അനന്ത സ്നേഹമാണ്. ദൈവം അനന്ത സ്നേഹമാണ്. അനന്ത സ്നേഹം, അനന്ത കരുണ, അനന്ത നന്മ, അനന്ത ശക്തിയുടെ ഉറവിടം. ജെറമ്യ 31:20. ഒരു ദിവസം, വർഷങ്ങൾക്ക് മുമ്പാണ്, കോട്ടയിലെ ശുശ്രൂഷ ആരംഭിച്ച ആദ്യകാലത്താണ്, 38 വയസ്സുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അയാൾ പറഞ്ഞു: അച്ഛാ, എൻ്റെ ജീവിതം ഒരു വൻ പരാജയമാണ്. ജോലിയില്ല, വീടില്ല, വിവാഹം നടന്നിട്ടില്ല, ഞാനിങ്ങനെ അലഞ്ഞു നടക്കുന്നവനെ പോലെയാണ്. ഞാൻ കണ്ണടച്ച് അവൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വളരെ വിദൂരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം ദർശനത്തിൽ കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാനൊരു സ്വരം കേട്ടു. വിദൂരത്തിൽ നിന്ന് കർത്താവ് ജെറമിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു. ജെറമിയ 31:3, നിന്നോടുള്ള എൻ്റെ സ്നേഹം അനന്തമാണ്. ഇത് ഞാൻ ഓർക്കുകയും വിദൂരത്ത് കണ്ട പ്രകാശം എൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് തന്നെയാണ് കർത്താവിന് പറയാനുള്ളത്. അനന്തമായ സ്നേഹം ഉള്ള ദൈവം, ഈ മകൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. ദൈവം നമ്മുടെ അപ്പനാണ്. ഈശോ എൻ്റെ രക്ഷകനാണ്. ഈശോ എൻ്റെ നാഥനാണ്. ഈശോ എൻ്റെ സർവസ്വമാണ്. ഈ അറിവിലേക്ക് വരിക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 21 പറയുന്നുണ്ടല്ലോ: കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ. മരണത്തിൻ്റെ നിഴലേന്തിയ ആ താഴ്വരയിലൂടെ നടന്നു പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയുള്ള നമ്മുടെ പാപങ്ങൾ
എന്നേക്കുമായി ക്ഷമിച്ച് തള്ളുവാൻ പദ്ധതിയിട്ടുകൊണ്ട് ദൈവം അരുളി ചെയ്യുന്നു. പത്രോസ് അപ്പോസ്തലനിലൂടെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ കൃപ ലോകം മുഴുവനിലേക്കും വർഷിക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. യെശയ്യ 1:18-19 നമുക്ക് പരിചയമുള്ളതാണ്. നിങ്ങൾ എന്നിലേക്ക് വരുവിൻ, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ഞുപ്പാണെങ്കിലും ഞാൻ നിന്നെ മഞ്ഞ് പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. അനുസരിക്കുമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാളിനിരയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ജെറുസലേം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹന സ്ഥലം. ജെറുസലേമിലാണ് എല്ലാ പ്രവാചകന്മാരെയും കൊന്ന സ്ഥലം, ഈശോയെ ദൈവത്തിനെ കുരിശിലേറ്റിയ സ്ഥലം. അവിടെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റതും. ജെറുസലേം മുതൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ യേശുവിൻ്റെ സാക്ഷ്യം. നമ്മൾ എവിടെ പോയാലും യേശുവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് ഒരത്ഭുതമോ ഒരടയാളമോ പങ്കുവെക്കുവാൻ നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ലോകത്തിന്, വ്യക്തികൾക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് യേശുവിനെ കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഹനം ആ ലക്ഷ്യത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും, ഒരു മിലിറ്ററി മോഡലിലാണ് ഭർത്താവ് നടക്കുന്നത്. എൻ്റെ അടുത്തോട്ട് വന്നു. ഒരു ധ്യാനമന്ദിരത്തിൽ ധ്യാനം നടക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു മിലിറ്ററിക്കാരൻ്റെ കൂട്ട് നടന്ന് എൻ്റെ മുമ്പിൽ വന്ന് ഫുൾ സ്റ്റോപ്പ് അടിച്ചു നിന്നു. എന്നിട്ട് വളരെ ശൗര്യമായിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. അതിനിപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അദ്ദേഹം പിന്നെ കുഞ്ഞാട് പോലെയായിട്ട് പറഞ്ഞു, അച്ഛാ, ശരീരം മുഴുവൻ വേദനയായിട്ട് മാസങ്ങളായി. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 31. അവൾക്ക് എത്രയുണ്ട്? 29. രണ്ടുപേർക്കും കൂടി എത്രയുണ്ട്? 60. അങ്ങനെയാണെങ്കിലേ ഒരു 60 കോടിയോ 120 കോടിയോ കോടാനുകോടി പാപികൾ, രോഗികൾ, ദുഃഖിതർക്ക് വേണ്ടി നിങ്ങളുടെ ഇന്ന് വരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം കാഴ്ചവെക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയിൽ കൊടുത്തു. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്ന് വരെയുള്ള അധ്വാനം, പ്രാർത്ഥന, മരണം വരെയുള്ളത് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആനന്ദയോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി സന്തോഷത്തോടെ കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ. ആ പെണ്ണിന്റെ വേദന വിട്ടുമാറി സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ രണ്ടുപേരെയും വിളിച്ച് കുറേ ചോദ്യം ചെയ്തു. ഇത് ശരിയാണോ, ഇത് ശരിയാണോ? ഏതായാലും ശരിയായിരുന്നു. പിറ്റേ ദിവസം അവർ സ്റ്റേജിൽ കയറി പരസ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. അത് രോഗശാന്തി കിട്ടിയതല്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനിയുടെ സഹനം, ഓരോ അധ്വാനവും, ഓരോ പ്രാർത്ഥനയും യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്തയോഗ്യതയോടും ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ അനന്തയോഗ്യതയോടും ചേർത്ത് കോടാനുകോടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാം. ഇപ്പോൾ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിത്തരാം. നിങ്ങൾ ഏറ്റുപറയണം. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പല രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്കത് പ്രാർത്ഥിക്കാം. ദയവായി ഏറ്റുപറയുക. നമ്മുടെ സഹനം ഒന്നും നഷ്ടപ്പെടുത്തരുത്. അൽഫോൻസാമയെ വിശുദ്ധിയാക്കിയത്, വിശുദ്ധ ഉത്രേസ്യയെ വിശുദ്ധിയാക്കിയത്, വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുമണിയാനെ വിശുദ്ധനാക്കിയത്, വിശുദ്ധ പാത്രോപ്യതയെ വിശുദ്ധനാക്കിയത്, ലോകമെമ്പാടുള്ള രക്തസാക്ഷികളെ വിശുദ്ധരാക്കിയത് സഹനമാണ്. യേശുവിന് ജനനം മുതൽ മരണം വരെ സഹനത്തിൻ്റെ വഴിയിലൂടെ പിതാവ് നയിച്ചു. ലോകം ജഡിക സുഖത്തിൻ്റെയും ഭൗതിക നേട്ടങ്ങളുടെ പുറകെയും പോകുമ്പോൾ യേശു നടന്നത് കുരിശിൻ്റെ വഴിയാണ്. അതാണ് ലോകരക്ഷയ്ക്ക് വേണ്ടി പിതാവ് കൊടുത്തത്. അതിനാൽ ഇപ്രകാരം നമുക്ക് വന്ന നമ്മൾ പരാതിയും ആവലാതിയും എല്ലാം മാറ്റിവെച്ചിട്ട് സഹനം ദൈവകരങ്ങളും സ്വീകരിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക. അതിനുശേഷം നമ്മളെ വേദനിപ്പിച്ചവരെ 1000 മടങ്ങായി, 10,000 മടങ്ങായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ വെറുപ്പും വിദ്വേഷവും നമ്മിൽ നീങ്ങിപ്പോകട്ടെ. ശത്രുക്കളെ സ്നേഹിക്കുന്ന ആ കൃപ കുരിശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ച, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ലൂക്കായി 21:34 ആ പ്രാർത്ഥന നമുക്കും അനുദിനം ചുറ്റുമുള്ള നമ്മളെ വേദനിപ്പിക്കാനിടയായ, നമ്മൾ വേദനിപ്പിച്ച 100 1000 എത്രയോ പേരുണ്ടോ അവർക്ക് വേണ്ടി ഈശോയെ, എന്നെ വേദനിപ്പിച്ചവരെയും ഞാൻ വേദനിപ്പിച്ചവരെയും എന്നേക്കാൾ 1000 മടങ്ങ് 10,000 മടങ്ങ് അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്
ക്ഷമ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. പിതാവായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ അങ്ങയുടെ ഏകപുത്രന്റെ പീഡാസഹനത്തിൽ ഞാൻ പങ്കുചേരാൻ വേണ്ടി എനിക്ക് തന്ന എല്ലാ സഹനങ്ങളെയും നിന്ദനങ്ങളെയും പരിത്യക്താവസ്ഥകളെയും ഞാൻ രണ്ടു കൈ നീട്ടി അങ്ങയുടെ കരങ്ങളിൽ സ്വീകരിക്കുന്നു. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്ന് വരെയുള്ള അധ്വാനം, പ്രാർത്ഥന, പഠനം, ജോലിവേലകൾ, മരണം വരെയുള്ളത് യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്തയോഗ്യതയോട് ചേർത്ത് ഓരോരുത്തർക്ക് എത്ര വയസ്സുണ്ടോ അത്രയും കോടി പാപികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി കോടി പാപികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ 3 മടങ്ങ് കോടി പാപികൾക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യം ലോകം മുഴുവനെയും യേശുവിന് വേണ്ടി നേടിയെടുക്കുക. അതിന് നമ്മുടെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുക. ഒരിക്കൽ കൂടി എന്നോടൊപ്പം ആവർത്തിക്കുക. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്ന് വരെയുള്ള അധ്വാനം, പ്രാർത്ഥന, പഠനം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്തയോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികൾ, രോഗികൾ, നാനാജാതി മതസ്ഥർ, രാഷ്ട്ര നേതാക്കന്മാർ, ഭരണകർത്താക്കൾ എന്നിവർ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുവാൻ, പാപം വെറുത്തുപേക്ഷിക്കാൻ എന്റെ ഇന്ന് വരെയുള്ള സഹനം, ഇന്ന് വരെയുള്ള അധ്വാനം, പ്രാർത്ഥന, മരണം വരെയുള്ളത് യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്തയോഗ്യതയോട് ചേർത്ത് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന 4 ലക്ഷത്തോളം ദിവ്യബലികളുടെ അനന്തയോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികളുടെ മാനസാന്തരം, നാനാജാതി മതസ്ഥർ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുക, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ മോചനം പ്രാപിക്കുക. ഈ ലക്ഷ്യത്തിന് വേണ്ടി വലിയ സന്തോഷത്തോടെ ഞാൻ കാഴ്ചവെക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല ഇതാണ് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തുന്ന പ്രേക്ഷിത വേല. ഇന്ന് ലോകത്തിലുള്ള എല്ലാ വിശുദ്ധരെയും വിശുദ്ധരാക്കിയത് സഹനം കാഴ്ചവെക്കാൻ പഠിച്ചത് വഴിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മഹത്വമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാത്മാവിന്റെ രക്ഷ ഒരു മുഴുവൻ ലോകത്തെ കിട്ടുന്നതിനേക്കാൾ ബലപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഫ്രാൻസിസ് ദെ സാലസ്, അവരുടെ ഡോൺ ബോസ്കോ എന്നിവർ അവരുടെ ഡോൺ ബോസ്കോയുടെ മുറിയുടെ മുമ്പിൽ എഴുതി വെച്ചിരുന്നു, ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തു മാറ്റുക. ഫ്രാൻസിസ് ദെ സാലസ്, സെന്റ് ഫ്രാൻസിസ് സേവിയർ തുടങ്ങിയ എല്ലാ വിശുദ്ധരും ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ആത്മരക്ഷയ്ക്കാണ്. ഭൗതികമായ കുപ്പകൾ വാരിക്കൂട്ടി അതിന്റെ മുകളിൽ ഇരുന്ന് ആനന്ദിക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 3:16-17. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓരോ മനുഷ്യ വ്യക്തിയും തന്റെ പുത്രനെ നൽകിക്കൊണ്ട് സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം ഓരോ വ്യക്തികളും എല്ലാ വ്യക്തികളും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിനാൽ ഹല്ലേലൂയ, ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷ അതിനുവേണ്ടി ആയിരിക്കും തീരുമാനിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യ 3:26. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും, വിശ്വസിക്കുന്ന എല്ലാവരും ദൈവപുത്രരായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇനിയുള്ള 10 മിനിറ്റ് നേരം കഞ്ചിക്കോട് റാണി ജോണിന് മാതാവ് നൽകിയ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഹല്ലേലൂയ.
ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. 1997 ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശമാണിത്. എൻ്റെ കുഞ്ഞെ, നിന്നെയും നിൻ്റെ ഭവനത്തിലുള്ളവരെയും ഞാൻ ഓരോ ഉപകരണങ്ങളായി തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു. കാരണം വിരളമായിട്ടെങ്കിലും എൻ്റെ മക്കൾ രക്ഷപ്പെടേണ്ട കാലഘട്ടമാണിത്. ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് നിങ്ങളെയും പിതാവായ ദൈവം എൻ്റെ സാന്നിധ്യം വഴി ചില കടമകൾ ഏൽപ്പിച്ചു. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ എല്ലാം നിർവഹിക്കപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൽകുന്ന ദർശനങ്ങളിൽ നൽകുന്നത് പോലെ ഇവിടെയും എൻ്റെ മാതൃ സാന്നിധ്യത്തിൻ്റെ അടയാളം തന്നു. എന്നാൽ അത് പല മക്കൾക്കും അരോചകവും അവിശ്വസനീയവും ആയിരിക്കുന്നു. എൻ്റെ സാന്നിധ്യത്താൽ പ്രവർത്തിക്കപ്പെടുന്ന പല അടയാളങ്ങളും മനുഷ്യബുദ്ധിയാൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ ഭവനത്തിൽ നൽകപ്പെടുന്ന കാണപ്പെടുന്ന അടയാളങ്ങൾ മാത്രം തേടുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ല. 9 മാസക്കാലം എന്നിലൂടെ അടയാളം നൽകപ്പെട്ടു. ഇനി മാനസാന്തരം പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ എൻ്റെ മാധ്യസ്ഥം വഴി ലഭ്യമാകുന്നു. മാനസാന്തരം മാത്രമായിരിക്കും അടയാളം. ജപമാല എന്ന ആയുധത്തെ മുറുകെ പിടിക്കൂ. സാത്താനെതിരെ പോരാടാനുള്ള ആയുധമാണ് ജപമാല. എല്ലാ മക്കളും മനമുരുകി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തിയില്ല. സംശയ കാരണമാകുന്ന സുഗന്ധം അനേകരിൽ വിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ സുഗന്ധം ആത്മാവിനാൽ നിറയുന്ന ഏതെങ്കിലും സമയത്ത് മാത്രമേ ഇനി അനുഭവിക്കാൻ സാധിക്കൂ. ഞാൻ ഇന്നിവിടെ ഒഴുക്കിയ പാൽ അന്നേ ദിവസം പരിശുദ്ധ അമ്മ നൽകിയ ജപമാലയുടെ ഓരോ മണികളിലൂടെയും തേനും പാലും ഒഴുകുന്ന അനുഭവം ഉണ്ടായി. അതിനെയാണ് അമ്മ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇന്നിവിടെ ഒഴുക്കിയ പാൽ അവസാനത്തെ ക്ഷണികവും എന്നാൽ മനസ്സിൽ നിലനിൽക്കുന്നതുമായ അടയാളമാണ്. ഇനിയും എതിർപ്പുകളും ദുഃഖങ്ങളും ഏറെയുണ്ടാകും. അധികാരികൾ പോലും എതിർക്കും. നിരാശ നിങ്ങളെ വേട്ടയാടും. ഒരിക്കലും നിങ്ങൾ പിന്മാറരുത്. ചില ശ്രേഷ്ഠരായ മക്കൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി മുൻകൂട്ടി പറഞ്ഞതുപോലെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരേണ്ട സമയമായി. ഇനി പ്രാർത്ഥന മാത്രം. പ്രാർത്ഥനയിലൂടെ മാനസാന്തരത്തിലേക്ക് വരുന്ന മക്കൾ എന്നോടൊപ്പം സ്വർഗത്തിൽ ആനന്ദിക്കും. മക്കളെ, ഭയപ്പെടരുത്. ദൈവം നിങ്ങളോടുകൂടെ. മക്കളെ, ഞാൻ സ്വർഗാരോപിതയായ അമ്മയാണ്. മനുഷ്യ മക്കളുടെ മുന്നോടിയായി പിതാവിൻ്റെ കൃപയാൽ ഞാൻ സ്വർഗത്തിൽ വസിക്കുന്നു. മക്കളെ, മറ്റുള്ളവരാൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിനാൽ നിങ്ങൾ എത്ര വേദനിക്കുന്നു. ക്ലേശപൂർണമായ ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ശത്രുവായ പിശാച് മാരകമായ വിഷം മനുഷ്യഹൃദയത്തിൽ കുത്തിവെക്കുന്നത് മൂലം അനേകർ സംശയങ്ങളിലേക്കും തെറ്റായ ജീവിതത്തിലേക്കും നീങ്ങുന്നു. അവൻ ഈ ലോകത്ത് ഭരണം നടത്തുന്നു എന്ന ചിന്ത അവനിലുണ്ടാകുന്നു. മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഭയപ്പെടാതിരിക്കൂ. ദൈവം നിങ്ങളോടുകൂടെ. ആപത്തുകളെ അഭിമുഖീകരിക്കുന്ന എൻ്റെ പ്രിയമക്കളെ, വിമല ഹൃദയത്തിൻ്റെ വിജയത്തോടുകൂടെ സത്യം വെളിപ്പെടുന്ന കാലം വരും. അംഗീകരിക്കപ്പെടാനല്ല, മനുഷ്യരുടെ രക്ഷയ്ക്കാണ് ഞാൻ ഈ സമയം പ്രവർത്തന നിരതയായിരിക്കുന്നത്. യേശു സ്നേഹം നൽകുന്ന വിജയത്തിനായി എന്നോടൊപ്പം സഹകരിച്ച നിന്നെ പ്രതിയും ഈ ഭവനത്തെ പ്രതിയും പിതാവിനോട് ഞാൻ നന്ദി ചൊല്ലുന്നു. എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചതിന് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. പരിശുദ്ധ അമ്മ മനുഷ്യരോട് കാണിക്കുന്ന നന്ദിയാണ് ഈ സന്ദേശത്തിൽ ഇവിടെ ഇപ്പോൾ വായിച്ചതിൽ എടുത്തു പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ വിളി സ്വീകരിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ചതിന് അമ്മ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ അമ്മ അങ്ങനെയാ, അത്ര എളിമയുള്ള അമ്മയാ പരിശുദ്ധ അമ്മ. സമർപ്പണ മനോഭാവത്തിൽ നിങ്ങൾ ജീവിച്ച ഈ നാളുകളെ ഓർത്ത് ഞാൻ സന്തുഷ്ടയാണ്.
നിങ്ങൾ പൂർണ്ണമായും എനിക്ക് വിധേയപ്പെട്ട് സഹിച്ചു. എൻ്റെ ശത്രുവായ പിശാച് ഈ ലോകത്തിന് നേരെ ഒരുക്കിയിരിക്കുന്ന കെണികൾ വളരെ വലുതാണ്. അവൻ്റെ പിടിയിൽപ്പെടുന്നവർക്ക് ക്ഷണിക സന്തോഷവും നിത്യനിരാശയും അനുഭവിക്കേണ്ടി വരും. അതാണ് സാത്താൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ക്ഷണികമായ സന്തോഷമൊക്കെ കിട്ടും, ആ സന്തോഷത്തിനപ്പുറത്ത് നിത്യമായ നിരാശയാണ് ഉണ്ടാകുക. മക്കളെ, നിങ്ങളുടെ ഓരോ ബലിയും പൂർണ്ണമായി അർപ്പിച്ച് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുവിൻ. നാശം നിങ്ങൾ സമ്പാദിക്കരുത്. മാതൃസ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കാത്ത, മനസ്സിലാക്കാത്ത, എന്നെ ദുഷിച്ച് പുച്ഛിച്ച് പറയുന്ന നിരവധി മക്കൾ ഈ ലോകത്തുണ്ട്. മക്കളെ, നിസ്സീമമായ കരുണ യേശുവിൽ നിന്ന് ചൊരിയപ്പെടുന്നതിനും സ്വീകരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. എന്നോടൊപ്പം സ്വർഗനിവാസികളോടൊപ്പം സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ നല്ല ജീവിതത്തിലൂടെ അർഹരാകുക. അമ്മ മക്കളെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലെ ആനന്ദം അനുഭവിക്കാൻ നല്ല ജീവിതത്തിലൂടെ നിങ്ങൾ തയ്യാറാകുക, അർഹരാകുക എന്ന് അമ്മ പറയുമ്പോൾ, ഈ നല്ല ജീവിതം നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് ഈ സമയം വായിച്ച സന്ദേശത്തിൽ മുഴുവനും അമ്മ പറയുന്നത്. അമ്മയുടെ മക്കൾ ഒരിക്കലും യേശുവിൻ്റെ മക്കളാകാതിരിക്കുന്നില്ല. നമ്മൾ അമ്മയെ ബഹുമാനിച്ചതുകൊണ്ട് ഒരിക്കലും യേശുവിനെ ബഹുമാനിക്കുന്നതിന് ഒരു കുറവും വരുന്നില്ല. നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നോ, യേശുവിനെ അമ്മയോട് ചേർന്ന് മഹത്വപ്പെടുത്തുകയാണ്. കാരണം അമ്മയിൽ നിറഞ്ഞു നിന്ന ദിവ്യകാരുണ്യ സാന്നിധ്യം ഒരിക്കലും അസ്തമിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമല്ല, അത് ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മഹത്വപ്പെടുത്തുകയാണ്. പിതാവിലേക്ക് യേശു വഴികാട്ടിയാണെങ്കിൽ യേശുവിലേക്കുള്ള വഴികാട്ടിയല്ലേ പരിശുദ്ധ അമ്മ. ഈ ലോകത്ത് ജനിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു സ്ത്രീ, എളിയവളായ ഒരു സ്ത്രീ, അവളിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് ദൈവം തന്നെ അവളിൽ ഇറങ്ങി വന്ന് ലോകത്തിന് രക്ഷകനായി പിറന്നെങ്കിൽ ആ അമ്മയുടെ അരികിലേക്ക് ഓടിയണയാൻ എന്തിനാ നമ്മൾ മടിക്കുന്നേ? ആ അമ്മയോളം പ്രൗഢിയും സ്നേഹവും കരുണയും വാത്സല്യവും വിശ്വാസവും പ്രാർത്ഥനയും ആത്മാർപ്പണവുമുള്ള ആരാ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഇനി ആരാ ഉണ്ടാകാനുള്ളത്? ആരുമില്ല എന്നാ നമുക്ക് പറയാനുള്ളത്. അമ്മയൊഴികെ ആരുമില്ല. അർപ്പണ മനോഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിന് ആമേൻ പറഞ്ഞവൾ, ഫിയാത്ത് പറഞ്ഞവൾ പിയാത്തയായി മാറിയെന്ന് കേട്ടിട്ടില്ലേ? ആ ഫിയാത്ത് തുടങ്ങിയ നിമിഷം മുതൽ പിയാത്തയായി മാറുന്ന നിമിഷം വരെയുള്ള അമ്മയുടെ സമർപ്പണമുണ്ടല്ലോ. നമ്മൾ വിചാരിക്കും, ആ കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, അവൾ എന്തൊരു ഭാഗ്യവതി, അവൾ യേശുവിന് ജന്മം കൊടുത്തു, യേശു എന്തു ഭാഗ്യവാൻ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ചിന്തിച്ചു കൂട്ടി ഒരു വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോയതുകൊണ്ട് നമ്മൾക്ക് ഒരു സാക്ഷ്യ ജീവിതം ലോകത്തിന് നൽകാനായിട്ട് പറ്റില്ല. നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ധ്യാനിക്കണം. പരിശുദ്ധ അമ്മ മനുഷ്യ സ്ത്രീയായിരുന്നു. ആ മനുഷ്യ സ്ത്രീയിൽ ദൈവത്തിൻ്റെ വചനത്തെ പാകാനായിട്ട് പാകപ്പെടുത്തിയെടുത്ത് കുറേ നാളുകളുണ്ട്. അതിനെക്കുറിച്ച് അമ്മ വീണ്ടും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആശാ നിഗ്രഹണത്തിലും നിശബ്ദതയിലും സമ്പൂർണ്ണ കന്യാവ്രതത്തിലും ഉരുകി എല്ലാം ഉപേക്ഷിച്ച് ആർജിച്ചെടുത്ത, ദേവാലയത്തിലായിരുന്നു കൊണ്ട് ആർജിച്ചെടുത്ത ഒരു ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ പൊരുൾ പരിശുദ്ധ അമ്മയിലുണ്ട്. ആ അമ്മയോട് ചേർന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അമ്മയേക്കാൾ യോഗ്യത മറ്റാർക്കുമില്ല ഈ ലോകത്ത്. ആ അമ്മയോട് ചേർന്ന് നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാത്താൻ കുത്തിവെക്കുന്ന ആ വിഷത്തെ അതിൻ്റെ വേരോടെ ഉന്മൂലനം ചെയ്ത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിരുന്നിട്ട് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മഹത്വം ദർശിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ സന്ദേശത്തിലൂടെ സ്വർഗാരോപിതയായ അമ്മ സ്വർഗാരോപണ തിരുനാൾ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. മാതാവിൻ
സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുണയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുണയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധന 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 എല്ലാം സമർപ്പിച്ചു. ആരാധന കുടുംബത്തെ സമർപ്പിച്ചു. ആരാധന എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും സമർപ്പിച്ച്, പാപത്തിന്റെ കെട്ടുകൾ സമർപ്പിച്ച്, തഴക്ക ദോഷങ്ങൾ സമർപ്പിച്ച്, രോഗപീഠകൾ സമർപ്പിച്ച്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമർപ്പിച്ച്, ദുഃഖങ്ങൾ സമർപ്പിച്ച്, എല്ലാ കോവിഡ് രോഗികളെയും സമർപ്പിച്ച്, പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ക്ഷണിക പാപങ്ങളിൽപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഠിനമായ വെറുപ്പിൽ കഴിയുന്നവരെ സമർപ്പിക്കാം. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. ജീവിക്കുന്ന ദൈവം നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, എന്നെ സ്പർശിക്കാതെ, സുഖപ്പെടുത്താതെ, എൻ്റെ ഭവനത്തിന് വിടുതൽ നൽകാതെ, കർത്താവേ, ഈ ആരാധനയിൽ എൻ്റെ ഭവനത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും സൗഖ്യം വിടുതൽ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ പൊട്ടട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പൊട്ടട്ടെ. യേശുവേ, 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 കടന്നു വരണമേ. കർത്താവേ, അങ്ങയുടെ വലതുകരം നീട്ടി ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. എല്ലാവരും സ്പർശിക്കണമേ. കർത്താവേ, സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ പൊട്ടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകട്ടെ, യേശുവിന്റെ രക്തം ഒഴുകട്ടെ. ഈ തിരുവോസ്തിയിൽ നിന്നും കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. എല്ലാ വീടുകളിലേക്കും, എല്ലാ മക്കളിലേക്കും, എല്ലാ രോഗികളിലേക്കും യേശുവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാവരും യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും.
യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിന്റെ നാമമല്ലാതെ കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, 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 സ്തുതി. മഹത്വം, 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 മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനയുടെ തെരുവീഥികളിലൂടെ യേശുനാഥൻ നടന്നു പോകുമ്പോൾ അനേകർ അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടാൻ, അവൻ്റെ ശരീരത്തിലൊന്ന് തൊടാൻ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. കാരണം അവർ തിരിച്ചറിഞ്ഞു അവൻ്റെ ശരീരത്തിൽ നിന്ന് രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ശക്തി പുറപ്പെട്ടിരുന്നുവെന്ന്. അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടവർക്ക്, തൊടാൻ ശ്രമിച്ചവർക്ക് പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതലും രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും ലഭിച്ചു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തി ഒഴുകുന്ന തിരുശരീരമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഈ തിരുവോസ്തിയിൽ സത്യമായും ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. ഈ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് ആ സുഖപ്പെടുത്തുന്ന ശക്തി, വിടുതലിന്റെ ശക്തി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. യേശുവിൽ സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന, വിടുതൽ നൽകുന്ന ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മഹനീയമായ നിമിഷങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളും, നമ്മുടെ ദുഃഖങ്ങളും, നമ്മുടെ രോഗങ്ങളും, നമ്മുടെ തഴക്ക ദോഷങ്ങളും, നമ്മളെ എപ്പോഴും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ മാരക പാപങ്ങളും എല്ലാം കർത്താവിന് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രത്യേക നിയോഗമാണ് ഇന്നത്തെ ദിവസം മാരക പാപങ്ങളിൽ പെട്ടുകഴിയുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന് അനന്ത യോഗ്യതയാ കർത്താവിന്റെ കാരുണ്യത്തിൽ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, ഈ സമയം വരെ നമ്മൾ തിരുവചന ശുശ്രൂഷയിൽ കേട്ടു കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച്, യേശുവിന്റെ നാമത്തിലുള്ള മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച്, കർത്താവിന്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെയും, നമ്മുടെ ശരീരത്തെയും, നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. എല്ലാ പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും ഈ ആരാധനയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് യേശു ക്രിസ്തു നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അവന്റെ വാഗ്ദാനത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. യേശുവിന്റെ അരികിൽ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, വളരെ ശക്തനായ ന്യായാധിപനായിരുന്നു സാംസൺ. നമുക്കറിയാം, സാംസന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് സാംസണിൽ പ്രവർത്തിച്ചിരുന്നു. സിംഹത്തെ ഒറ്റയ്ക്ക് നേരിട്ടു, അനേകരൊറ്റയ്ക്ക് നേരിട്ടു, ഒത്തിരിയേറെ യുദ്ധങ്ങൾ വിജയിച്ചു.
ശത്രുക്കൾക്ക് അദ്ദേഹം ഒരു ഭയമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭയമായിരുന്നു. കാരണം അദ്ദേഹം ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സ്നേഹമുള്ളവരെ, ഈ ശക്തനായ സാംസൺ, ഈ ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഏതാനും തിന്മകൾ കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് ജഡിക പാപങ്ങൾ, മാരകമായ പാപങ്ങൾ കടന്നു വരികയും അദ്ദേഹം ദലീല എന്ന സഹോദരിക്ക്, ദലീല എന്ന സ്ത്രീക്ക് തൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുകയുമാണ്. 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ആ ശക്തിയുടെ രഹസ്യം അവൾക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞു. വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവൾ സാംസനെ വഞ്ചിക്കുകയാണ്. അപ്പോഴും സാംസൺ ചിന്തിച്ചത് തൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട് എന്നാണ്. എന്നാൽ സാംസണിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് ശത്രുക്കളെ വിളിച്ച് സാംസന്റെ ശിരസിലെ മുടി മുഴുവൻ, തലമുടി മുഴുവൻ അത് ക്ഷൗരം ചെയ്ത് കളഞ്ഞതിന് ശേഷം ശത്രുക്കളെ വിളിച്ചപ്പോൾ സാംസൺ കരുതി തന്നിൽ പ്രവർത്തിച്ചിരുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന് കരുതി, രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കരുതി. അങ്ങനെ ഈ ശത്രുക്കൾ വന്നപ്പോൾ അദ്ദേഹം അവരെ നേരിടാൻ നോക്കിയാണ്. പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കർത്താവ് വിട്ടുപോയപ്പോൾ എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? കർത്താവ് വിട്ടുപോയപ്പോൾ അവൻ്റെ ശക്തി ചോർന്നു പോയി. പിന്നെ എന്താണ് സംഭവിച്ചത്? അവൻ്റെ ശത്രുക്കൾ അവനെ ബന്ധിച്ചു, അവൻ്റെ 2 കണ്ണുകളും ചുഴിന്നെടുത്ത് കളഞ്ഞു. ശക്തനായ സാംസൺ അങ്ങനെ ഫിലിസ്ത്യരുടെ അടിമയായി മാറുകയാണ്. അവർ അടുക്കളയിൽ ഉഴുന്നരയ്ക്കാനും അതുപോലെയുള്ള അടുക്കള ജോലികൾക്കുമായി ഈ ശക്തനായ മനുഷ്യനെ നിയോഗിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ശക്തമായി പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ശക്തി അനേകർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ അനേകരിൽ നിന്ന് രക്ഷിച്ച ഈ ശക്തനായ ന്യായാധിപന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ശക്തി ചോർന്നു പോയി. അപ്പോഴും ആ വ്യക്തി ചിന്തിച്ചു, തൻ്റെ ജീവിതത്തിൽ ശക്തിയുണ്ട്, കർത്താവ് തന്നോടുകൂടെ ഇപ്പോഴും ഉണ്ട് എന്ന് ചിന്തിച്ചു. പക്ഷേ കർത്താവ് തന്നെ വിട്ടുപോയത് സാംസൺ അറിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, മാരക പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മാരക പാപങ്ങളിൽ പെട്ടുകഴിയുന്ന ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കർത്താവിൻ്റെ ശക്തി, അവരിൽ പ്രവർത്തിച്ചിരുന്ന ദൈവത്തിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി മാരക പാപങ്ങളിലേക്ക് കടന്നു പോകുന്നതനുസരിച്ച് അവരിൽ നിന്ന് ചോർന്നു പോകുന്നു. പലരും പഴയ കാര്യങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ പഴയ ശക്തി തങ്ങളിലുണ്ട്, കർത്താവ് ഇപ്പോഴും ഞങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ അവർ കരുതുന്നു. പക്ഷേ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, പാപം കടന്നു വരുമ്പോൾ, മാരക പാപങ്ങൾ പ്രത്യേകിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നു. സാംസന്റെ ജീവിതത്തിൽ സാംസൺ അറിഞ്ഞില്ല കർത്താവ് തന്നെ വിട്ടുപോയത്. ഇതുപോലെ നമ്മളിൽ അനേകർ കർത്താവ് നമ്മളെ വിട്ടുപോയത് അറിയാതെ ഇപ്പോഴും പാപത്തിന്റെ സുഖങ്ങളിൽ ജീവിക്കുമ്പോൾ കർത്താവ് ഈ ആരാധനയിൽ നമ്മോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകവും അതിൻ്റെ മോഹങ്ങളും നശിച്ചു പോകും. ദൈവത്തിലേക്ക് കടന്നു വരിക, കർത്താവിൻ്റെ കരുണയിലേക്ക് കടന്നു വരിക. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ, അനന്ത യോഗ്യതയാൽ പാപക്ഷമയിലേക്കും വിടുതലിലേക്കും കടന്നു വരിക. കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാ മാരക പാപങ്ങളും തഴക്ക ദോഷങ്ങളും കർത്താവിന് സമർപ്പിച്ച് വിടുതലിന്റെ ഒരു ഗാനം ആലപിക്കുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, എല്ലാ തഴക്ക ദോഷങ്ങളും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അലട്ടുന്ന എല്ലാ മാരക പാപത്തിന്റെ ബന്ധനങ്ങളും കെട്ടുകളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ആരാധനയിൽ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, അനേകർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിടുതലുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ഒന്നു ചേർന്ന്, എല്ലാവരും ചേർന്ന് കരങ്ങൾ അടിച്ച്, ഭവനങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കരങ്ങൾ അടിച്ച് ശബ്ദത്തോടെ കർത്താവിനെ സ്തുതിച്ച് വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശു
യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. അടിമച്ചങ്ങല അഴിയട്ടെ യേശുനാമത്തിൽ, അടിമച്ചങ്ങല അഴിയട്ടെ യേശുനാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. എല്ലാവരും ചേർന്ന് യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ യേശുനാമത്തിൽ, കെട്ടുകൾ പൊട്ടട്ടെ യേശുനാമത്തിൽ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. യേശുനാമത്തിൽ രോഗികൾ സുഖപ്പെടട്ടെ. യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. ഒറ്റ വിളി യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവേ നന്ദി. യേശു കർത്താവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ അനേകം പേര് സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണിത്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും യേശുനാമം വിളിച്ചപേക്ഷിക്കുമ്പോഴും പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോഴും ദിവ്യകാരുണ്യ ആരാധനയിലും ദൈവം രോഗികളെ സുഖപ്പെടുത്തുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും സൗഖ്യമേകുന്നു. യെശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച യെശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ പീഡാനുഭവം ദർശനത്തിലെന്നോണം കണ്ടിട്ട് എഴുതി വെച്ച സന്ദേശമാണിത്. യെശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഏതാനും രോഗശാന്തി സന്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. തലയുടെ പുറകുവശത്ത് ട്യൂമറുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെവിയിൽ വേദനയും നീർക്കെട്ടുമുള്ള 2 പേർക്ക് കർത്താവ് അത്ഭുത സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. കിഡ്നി രോഗമുള്ള 3 പേരെ സുഖപ്പെടുത്തുന്നു. 2 പേരുടെ ഗുരുതരമായ രോഗമാണ്, ഒരാൾ ആശുപത്രി രോഗിയുമാണ്. കർത്താവ് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽമുട്ടിന് കീഴെ ബലക്കുറവുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു, ബലം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് ദേഷ്യം വരിക, ക്ഷിപ്രകോപികളായി തീരുക, ഇങ്ങനെയുള്ള 17 പേർക്ക് അതിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകുന്നു. ഹല്ലേലൂയ. മഞ്ഞപ്പിത്ത രോഗി, രോഗാണു പീഡ പൂർണ്ണമായും കർത്താവ് മാറ്റിക്കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പലർക്കും ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ ഭാഷാപരമാണ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ കർത്താവ് പുതിയ ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ഒരിക്കൽ ഭോപ്പാലിൽ 3000 പേർക്ക് വേണ്ടിയുള്ള ധ്യാനം നടക്കുമ്പോൾ 3-ാം ദിവസം കാലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീമിൽ നൽകിയ ഭാഷാപരമാണ് ലംബി 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 പെടൽ ലംബി. പറയാനും കേൾക്കാനൊരു സുഖമുണ്ട്, അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ലാതെ വണ്ടറടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ അന്ന് 3000 പേരുടെ ധ്യാനം നടക്കുമ്പോൾ 12 മണിക്കുള്ള വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് മുഹമ്മദ് റാഫി 18 കൊല്ലം തളർന്നു കിടന്നയാൾ എഴുന്നേറ്റ് നടന്നു. അവൻ്റെ ചേട്ടൻ തലേ 2 ദിവസങ്ങളിലും ധ്യാനത്തിൽ കൂടി അനേകം അത്ഭുത രോഗശാന്തി കണ്ടതുകൊണ്ട്
തളർവാദ രോഗിയായ അനിയനെ കൊണ്ടുവന്നതാണ്. അന്ന് കിട്ടിയ ഭാഷാപരം എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുമ്പോൾ ഇതാ പുതിയ അത്ഭുതം, വലിയ അത്ഭുതം വരാൻ പോകുന്നു എന്ന് ഒരു തോന്നലുണ്ട്. അപ്പോൾ ഈ സമൂഹത്തെക്കുറിച്ച് വചനം കേൾക്കുന്നവർക്ക് കർത്താവ് വലിയ അഭിഷേകവും രോഗശാന്തിയും നൽകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ലംബി 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 പെടൽ ലംബി, പറയുമ്പോൾ സന്തോഷം, കേൾക്കുമ്പോൾ സന്തോഷം, അത്ഭുത രോഗശാന്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 8:2 പറയുന്നു, ശത്രുക്കളെയും രക്തദാഹികളെയും, പൈശാചിക പീഡയാണ് ഉദ്ദേശിക്കുക, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഭാഷാപര പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണിത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പൈശാചിക പീഡകൾ നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ഭാഷാപരം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒന്നാവർത്തിച്ച് പറയുകയും ചെയ്യാം, പിന്നീട് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരികയാണെങ്കിൽ ആവർത്തിച്ച് പിന്നീടും പറയാം. ഹന്താഹലഹബ, സാത്താനെ ദൂരെ പോ, ബന്ധനങ്ങളെ വിട്ടുപോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ടെലിവിഷനിലൂടെയുള്ള ഒരു ഓൺലൈൻ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അനേക ലക്ഷം പേർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ സജീവമായി ആനന്ദത്തോടെ പങ്കുചേരുക. 40 ദിവസത്തെ 9 മണി തൊട്ട് 10 വരെയുള്ള ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടും ഇതിൻ്റെ വിജയത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അനേകം പേരെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുവാൻ നമ്മൾ ഒരു ഉപകരണമാക്കുക. അനേകം പേർ ഇതിൽ സംബന്ധിച്ച് ഈ ആത്മീയ ഫലങ്ങൾ, ആത്മീയ രൂപാന്തരീകരണം, രോഗശാന്തി ഇവയെല്ലാം പ്രാപിക്കുവാൻ ഇടവരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വാധീനവും നന്മയും നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഷെക്കൈന ചാനലിൻ്റെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ പ്രത്യേകം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാലഘട്ടത്തിനനുസരിച്ചുള്ള ശുശ്രൂഷകൾ ഷെക്കൈനയിലൂടെ വെളിപ്പെടുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സാമ്പത്തികവും മറ്റുമുള്ള എല്ലാ ആവശ്യങ്ങളും ക്രമീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. DTH പ്ലാറ്റ്ഫോമുകളിൽ ഷെക്കൈന ടെലിവിഷൻ ലഭ്യമാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ ശുശ്രൂഷ ഇനി 32 ദിനങ്ങൾ കൂടിയുണ്ട്. ഇനിയുള്ള ദിനങ്ങളിലും എല്ലാവരും പങ്കെടുക്കുക. കൂടുതൽ പേരോട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറയുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 23-25 ഈ വിശുദ്ധ കുർബാനയുടെ ആരാധന വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആസ്വദിക്കും. ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവവചനമാകുന്ന ഭക്ഷണവും പരിശുദ്ധാത്മ അഭിഷേകമാകുന്ന ആ പാനീയവും അവിടുന്ന് ആശീർവദിച്ച് നമ്മളിൽ അഭിഷേകം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. 1 മണിക്കൂർ എല്ലാ ദിവസവും ആരാധനയിൽ സംബന്ധിക്കാൻ പറ്റുന്നവർ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും അങ്ങനെ ചെയ്യണം. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ധാരാളം അഭിഷേകവും വിടുതലും പ്രാപിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. പുറപ്പാട് 23-25 ഒന്ന് ആവർത്തിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ വന്ധ്യതയോ ഗർഭഛിദ്രമോ ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഇരുട്ടും അന്ധകാരവും മനസ്സിൻ്റെ ഉള്ളിലെ ദുഃഖവും ഭാരവും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ 1 മണിക്കൂർ നാം ആയിരിക്കുമ്പോൾ ദൈവം
തുടച്ചു നീക്കുന്നു. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. എല്ലാവരും ഏറ്റു പറയുക, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 6:35 യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 7:37-38 ഈശോ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശുദ്ധ കുർബാന, 1 മണിക്കൂർ ആരാധന നഷ്ടപ്പെടുത്തരുത്. മത്തായി 26:40 ഉറങ്ങിക്കിടക്കുന്ന ശിഷ്യന്മാരോട് ഈശോ ചോദിച്ചു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കുവാൻ കഴിഞ്ഞില്ലേ? നമുക്ക് കൈകൾ വിശുദ്ധ കുർബാനയുടെ നേരെ ഉയർത്താം, അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മാനസാന്തരത്തിനായി ഈശോയെ, ഈശോയെ, ഈശോയെ നന്ദി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ ഇന്നത്തെ നിയോഗം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. എല്ലാവിധത്തിലുള്ള മാരക പാപങ്ങളിലും പെട്ട് ബന്ധനാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമൊക്കെ കർത്താവിൻ്റെ ഇടപെടൽ ആവശ്യമുള്ള എല്ലാ പാപ ബന്ധനങ്ങളിൽപ്പെട്ട് കഴിയുന്നവർക്കും ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വിടുതലും സൗഖ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം എല്ലാ കോവിഡ് രോഗികളെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ കർത്താവേ, യേശു കർത്താവേ, യേശു രാജാവേ, യേശു അനന്ത സ്നേഹമേ, യേശു പരമനന്മ സ്വരൂപിയേ, സർവശക്തനായ ദൈവമായ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ നേതൃത്വവും കഠിനാധ്വാനവും ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഇതിനു ഈ 40 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വരുന്നവർക്ക് വേണ്ടിയും
വലതുകരമരുത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്ത് കൂട്ടായ്മയിൽ നടത്തി എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും നിങ്ങൾക്ക് നന്ദി. 1000-10,000 മടങ്ങ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.